Hi dears, welcome back. ഇന്ന് ചോക്ലേറ്റ് സിഗാർസ് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇതിന്റെ 3 വീഡിയോ ഇതിനു മുന്നേ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അതിന്റെ താഴെ വന്നിട്ട് കുറേ പേര് കമന്റ് ചെയ്യാറുണ്ട്. ഇത് ശരിയായി കിട്ടുന്നില്ല, ചോക്ലേറ്റ് സെറ്റ് ആവുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്കും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടാറില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ സിഗാർസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ടേബിളിന്റെ ടെമ്പറേച്ചർ ആണ്. അതായത് കൗണ്ടർ ടോപ്പിൻ്റെ. അപ്പം നമ്മൾ പനിയൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന പോലെ പുറം കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ടേബിൾ ചൂടുള്ള ടൈമിലാണെങ്കിൽ നമുക്ക് ഈ ചോക്ലേറ്റ് ഒരിക്കലും സെറ്റായിട്ട് കിട്ടില്ല. പക്ഷെ ഇപ്പോൾ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ നമ്മുടെ ടേബിളും നല്ല ചൂടായിരിക്കും, അപ്പോഴാണ് അത് നമുക്ക് സെറ്റായിട്ട് കിട്ടാത്തത്. അതേപോലെ നമ്മൾ മെൽറ്റ് ചെയ്യാൻ എടുക്കുന്ന ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് മെൽറ്റ് ചെയ്യാൻ ഉപയോഗിക്കരുത്. അപ്പോൾ അത് മെൽറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ചോക്ലേറ്റ് എപ്പോഴും പുറത്ത് തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുറത്തൊരു എയർ ടൈറ്റ് ബോക്സിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി. അതാവുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. ഫ്രിഡ്ജിൽ വെച്ച ചോക്ലേറ്റ് ആണെങ്കിൽ 1-2 മണിക്കൂർ പുറത്ത് വെച്ച ശേഷം മാത്രം അത് മെൽറ്റ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ മുന്നിലത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ അത് നന്നായി തുടച്ച് വൃത്തിയാക്കിയ ശേഷം മാത്രം എടുക്കുക. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള സ്റ്റീലിൻ്റെതോ അല്ലെങ്കിൽ ഹീറ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഗ്ലാസ് ബൗളോ എടുക്കാൻ പറ്റും. അതേപോലെ മെൽറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പൂണിലും ഒട്ടും വെള്ളം കാണാൻ പാടില്ല. ഇനി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും ഓരോ ബൗളിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ബാർ 2-3 പീസാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. നല്ലപോലെ തിളച്ച വെള്ളത്തിന് മുകളിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക. കുറച്ച് സമയം അങ്ങനെ വെച്ചതിന് ശേഷം മാത്രം സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചോക്ലേറ്റ് ഒക്കെ മെൽറ്റായി വരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ബൗൾ വെച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാം മെൽറ്റായിട്ട് വരും. അപ്പോൾ മുഴുവനായിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ചോക്ലേറ്റ് കട്ട പിടിക്കാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ഏകദേശം ഇതേപോലെ മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇതേപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലെയിമിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ബൗളിൻ്റെ ചൂടുകൊണ്ട് തന്നെ ബാക്കിയുള്ള ചോക്ലേറ്റും കൂടി മെൽറ്റായിട്ട് വന്നോളും. അപ്പോൾ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷമാണ് ഇത് കൗണ്ടർ ടോപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റും ഇവിടെ മെൽറ്റായി വരുന്നുണ്ട്. ഇനി ഇതും ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് തുടച്ചിട്ട് വെള്ളമൊന്നും ഇല്ലാതെ വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ആദ്യം വൈറ്റ് ചോക്ലേറ്റ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ആണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇത് തിന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നല്ല തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് ചോക്ലേറ്റൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതേപോലെ ലൈൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സൈഡൊക്കെ നന്നായിട്ടൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള സ്റ്റീലിൻ്റെ സ്ക്രാപ്പറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് കിട്ടുന്നത് ഇതേപോലെയുള്ള സ്റ്റീലിൻ്റെ സ്ക്രാപ്പറിലാണ്. ഇതാകുമ്പോൾ നല്ല ഷാർപ്പ് എഡ്ജാണ് ഇതിനുള്ളത്. ഇനി വൈറ്റ് ചോക്ലേറ്റ് സെറ്റായി കഴിഞ്ഞാൽ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റാക്കിയത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റിന് ഒട്ടും തന്നെ ചൂടുണ്ടാകാൻ പറ്റില്ല. അപ്പോൾ ചൂടുണ്ടായാൽ ഇതേപോലെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി മിക്സ് ആയിട്ട് പോകും. ഇത് നല്ലപോലെ തിന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ശേഷം വീണ്ടും ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയെടുക്കാം. ഇനി ചോക്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആവണം. അപ്പോൾ സെറ്റായിനോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിരൽ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കാം. ഫിംഗർ പ്രിൻറ്റ് വരുന്നില്ലെങ്കിൽ സെറ്റായിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇതിപ്പോൾ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി സ്ക്രാപ്പർ ഇതേപോലെ പിടിച്ചിട്ട് ഒരു 45 ഡിഗ്രിയിൽ ചെരിച്ച് വിടുക. അതിനുശേഷം മുന്നോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഉന്തി കൊടുത്താൽ മതി. ഒറ്റ ഉന്തലിന് അത് ശരിയായിട്ട് വരണം. മെല്ലെ മെല്ലെ ആക്കിക്കഴിഞ്ഞാൽ ഇതാവില്ല. സ്പീഡിൽ തന്നെ മുന്നോട്ടേക്ക് ഇതേപോലെ ഉന്തി കൊടുക്കാം.
നമ്മൾ ഒഴിച്ചിട്ടുള്ള ഈ ചോക്ലേറ്റ് അധികം കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവും. അതേപോലെ നന്നായിട്ട് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിലും പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളം കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരಸಿ കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇതേപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ശരിയായിട്ടില്ലെങ്കിൽ നമ്മളിത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്തിട്ട് ശരിയാക്കി എടുക്കണം. ഒറ്റത്തവണ ചെയ്യുമ്പോൾ തന്നെ ഇത് ശരിയായി കിട്ടണമെന്നില്ല. അപ്പം ഞാൻ ചെയ്യുന്നതും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള സിഗാർസ് ഒന്നുമല്ല. അപ്പം ഇതിൻ്റെ തന്നെ കുറച്ച് വേറെ ഡെക്കറേഷനും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. കളർ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. ഈ സിഗാർസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഒരു ബോക്സിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. 3-4 മാസത്തോളം ഇത് കേടുകൂടാതെ ഇരിക്കാറുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.